കേരളത്തിൽ ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തൃശൂരിൽ തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ഷേത്രങ്ങളെ സർക്കാർ കൊള്ളയടിക്കുന്നുവെന്ന ആരോപണം കൂടാതെ തൃശൂർ പൂരത്തിൽ നടന്നത് രാഷ്ട്രീയ കളിയാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയെന്ന സൂചനയും സമ്മേളനവും റോഡ് ഷോയും മാറുകയും ചെയ്തു. വിവരങ്ങൾ നോക്കാം. തിയോഫിൻ. അസിത, ബി.ജെ.പിയുടെ പതിവ് തന്ത്രം വർഗീയത, ഹിന്ദു വർഗീയത ആളിക്കത്തിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം അതുതന്നെയാണ് ഇന്ന് തൃശ്ശൂരിൽ കണ്ടത്. പ്രധാനമന്ത്രി തന്നെയാണ് അതിന് തുടക്കമിട്ടത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഹിന്ദു വർഗീയ വിഷയം ആളിക്കത്തിച്ച് അത്തരത്തിലുള്ള വർഗീയ വോട്ടുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ്, അതിനുള്ള തുടക്കമാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നമുക്കത് വ്യക്തമായത്. തൃശ്ശൂർ പൂരം വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അത് നിലനിർത്തിക്കൊണ്ടു പോവുക എന്നതായിരുന്നു ബി.ജെ.പിയുടെ തന്ത്രം. പക്ഷേ സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ ഈ വിഷയം സമവായത്തിലേക്ക് എത്തിയത് മൂലം ആ ഒരു അജണ്ട പൊളിഞ്ഞു ബി.ജെ.പിയുടേത്. എന്നാൽ ആ വിഷയം, അത്തരത്തിലൊരു വിഷയം, തൃശ്ശൂർ പൂരവും ശബരിമലയും ഒന്നും വിട്ടുകളയാൻ തങ്ങൾ തയ്യാറല്ല എന്ന സൂചന നൽകുന്നതാണ് ഇന്നത്തെ പ്രസംഗം. ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ഉത്സവങ്ങളെയും എല്ലാം കൊള്ളയ്ക്കുള്ള അല്ലെങ്കിൽ കൊള്ളയടിക്കാനുള്ള ഒരു മാധ്യമങ്ങളായി ഉപയോഗിക്കുന്നു, സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്നും ഇത്തരത്തിലൊരു ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം വിഷയത്തിൽ രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എന്ന ആരോപണവും നരേന്ദ്രമോദി ഉന്നയിച്ചു. അത്തരത്തിലൊരു വർഗീയത മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം, ആ രീതിയിലാണ് ഇന്നത്തെ നീക്കങ്ങളെല്ലാം. അതോടൊപ്പം സ്ത്രീ ശാക്തീകരണം എന്ന പേരിലാണ് ഈ പരിപാടി നടത്തിയത് എന്നതുകൊണ്ട് തന്നെ സ്ത്രീ വിഷയം ഉയർത്തിപ്പിടിച്ച് സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് മോഡി സർക്കാർ എന്ന് പറഞ്ഞു വയ്ക്കാനും നരേന്ദ്രമോദി മറന്നില്ല. രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവൻ മോഡി സർക്കാരാണ്. അതിനു മുൻപുള്ള സർക്കാരുകളൊന്നും, ഇടത് വലത് സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരൊന്നും യാതൊന്നും ചെയ്തിട്ടില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നു. സ്ത്രീകൾക്ക് സബ്സിഡി ഗ്യാസ് കണക്ഷൻ, വീടുകളിലെല്ലാം കുടിവെള്ള വിതരണം, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് മോഡി സർക്കാരാണ്. ഇതെല്ലാം മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് അത് പലതവണ ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നതിന് പകരം മോഡി എന്ന വാക്ക് അല്ലെങ്കിൽ മോഡി എന്ന പേര്, തൻ്റെ വ്യക്തിത്വം, മോഡിയുടെ നേതൃത്വം എന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തി കേന്ദ്രീകൃതമായ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ വനിതകളുടെ സമ്മേളനം, മഹിളാ മോർച്ച സമ്മേളനമായിരുന്നു ലക്ഷ്യമെങ്കിലും സ്ത്രീ ശാക്തീകരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ പരിപാടിയെങ്കിലും ബി.ജെ.പിയുടെ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായിട്ട് ഇത് മാറുകയായിരുന്നു. അസിത. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.